നിയമം കയ്യിലെടുക്കും. ഒരു പോലീസിനെ കൊണ്ടും ഒന്നും ചെയ്യാനാവില്ല. വെറുതെ നോക്കിയിരിക്കേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് പടയെ സാക്ഷി നിർത്തിക്കൊണ്ട് മുരളീധരൻ വെല്ലുവിളിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു ജനകീയനായ നേതാവിനെ ഇല്ലാതാക്കാൻ നോക്കിയ പോലീസുകാർക്കെതിരെ ഇന്നും യാതൊരു നടപടിയും എടുക്കാതിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. പോലീസിലെ തന്നെ ഉന്നത മേധാവി പോലും പറഞ്ഞു ഷാഫിയെ തല്ലിയത് ഞങ്ങളുടെ കാക്കിക്കുള്ളിലെ ദുഷ്ടലാക്കുകളാണ് എന്ന്. അതിന് പിന്നാലെ ഷാഫിയെ തല്ലെന്ന് വീഡിയോ കൂടി കോൺഗ്രസ് പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ ഷാഫിയുടെ നാടകമല്ലേ? മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ നല്ല മുന്തിയ ഇനം നാടകം. പക്ഷെ അതൊന്നും മുരളീധരൻ എന്ന നേതാവിന് ബാധകമല്ല. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. അത് ഷാഫിയുടെ ചോര തെറിപ്പിച്ചവരുടെ തൊപ്പി തെറിക്കണം. അതിനായിട്ടാണ് കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖിനെയും VS ജോയിയെയും ഒക്കെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ട് രണ്ടും കൽപ്പിച്ച നിയമം പോലും കയ്യിലെടുക്കാൻ മടിയില്ല എന്നുറപ്പിച്ചിറങ്ങുന്നത്. മുരളീധരന്റെ പിണറായി പടയെ വെല്ലുവിളിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. MP-യെ പോലീസ് വളഞ്ഞിട്ട് തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിനെ തുടർന്ന് പ്രതിഷേധ യോഗം ഉണ്ടായി. മൂന്നാം ദിവസം റൂറൽ SP ശ്രീ ബൈജു അദ്ദേഹം പറഞ്ഞു, ഞങ്ങളങ്ങനെ ലാത്തി ചാർജ് നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ലാത്തി ചാർജ് നടത്തുമ്പോഴോ ഗ്രനേഡ് എറിയുമ്പോഴോ മുൻകൂട്ടി സൂചന നൽകാറുണ്ട്, കഴിയുന്നത് അടിച്ചോടിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പോലീസിലൊരു വിഭാഗം കുഴപ്പമുണ്ടാക്കി. ഇത് റൂറൽ SP തുറന്ന് സമ്മതിച്ചാണ്. ഈ പ്രഖ്യാപനം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് CPM നേതാവായിട്ടുള്ള സജീഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരുന്നത്. അദ്ദേഹമാണ് പറയുന്നത് സ്ഫോടക വസ്തു എറിഞ്ഞു UDF പ്രവർത്തകർ. എന്നാൽ പോലീസിൻ്റെ ആദ്യത്തെ FIR-ൽ ഇങ്ങനെ സ്ഫോടക വസ്തുവിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഒരു ചോദ്യം, റൂറൽ SP പോലും തെറ്റ് സമ്മതിച്ചപ്പോൾ എങ്ങനെയാണ് സജീഷിന് ഇങ്ങനെ വാർത്ത കിട്ടിയത്? അതിനെ തുടർന്നാണ് പിന്നീട് പരിശോധന, ഫോറൻസിക് വിഭാഗത്തിൻ്റെ വരവ്, കേസെടുക്കൽ. ഇന്നലെ കാലത്ത് പല വീടുകളിലും ചെന്ന് പോലീസ് വാതിൽ ചവിട്ടി പൊളിച്ച് 7ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. അതിൽ 2 പേരെ വിട്ടയച്ചു, 5 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ പേരാമ്പ്രയിലെ CPM-ൻ്റെ പ്രകടനമായിരുന്നു. നേതാക്കളുടെ പ്രസംഗം, പ്രത്യേകിച്ച് EP ജയരാജനെ പോലെ ഒരാൾ, അദ്ദേഹം മുമ്പ് ജനപ്രതിനിധിയായിരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് MP-യുടെ മൂക്കിൻ്റെ എല്ല് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ, ഇനി വീണ്ടും സമരം നടത്തിയാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. അതായത് പരസ്യമായിട്ട് കലാപത്തിന് ആഹ്വാനം നടത്തുക. TP രാമകൃഷ്ണൻ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭീഷണിക്കൊന്നും വഴങ്ങണ്ട. അതായത് സജീഷിൻ്റെ ഈ റൂറൽ SP ബൈജുവിൻ്റെ കുറ്റസമ്മതം ഞങ്ങളുടെ പെർമിഷൻ കൂടാണ്ട് നടത്തിയതാണ് എന്നുള്ള രീതിയിൽ റൂറൽ SP-നെ കുറ്റപ്പെടുത്തി. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവർ. പക്ഷേ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല. റൂറൽ SP പറഞ്ഞത് മുഖവിലക്കെടുത്താൽ ഏത് പോലീസുകാരാണ് കുഴപ്പമുണ്ടാക്കിയത്? പോലീസിൽ തന്നെ ഇപ്പോൾ 2 വിഭാഗം ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് CPM-നെ അനുകൂലിക്കുന്ന പോലീസ് അസോസിയേഷൻ, 2 ഘടകകക്ഷികൾ പോലും പരാതിപ്പെടുന്ന RSSൻ്റെ ഫ്രാക്ഷൻ അതിൻ്റെ അകത്തുണ്ടെന്ന് പറയും. ഇതിലാരാണ് പ്രകോപനം ഉണ്ടാക്കിയത്? അപ്പോൾ റൂറൽ SP-ക്ക് ഇങ്ങനെ അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തിയപ്പോൾ സജീഷിനെ പോലുള്ളൊരു നേതാവിന് എങ്ങനെയാണ് സ്ഫോടക വസ്തുവിൻ്റെ കാര്യം അറിയുന്നത്? എങ്ങനെ? അതായത് ഇതൊരു സൂചനയാണ്, ഞങ്ങൾക്ക് ഇലക്ഷനിൽ തോൽവി ഉണ്ടായാൽ ഞങ്ങളെ തോൽവി അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ജയിച്ചവനെ ശരിയാക്കുന്നുള്ളൊരു മെസ്സേജാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ജനപ്രതിനിധിയെ ഇത്രയും മർദ്ദനം നടത്തിയിട്ട്, അതിനിടയ്ക്ക് ഞാൻ കേട്ടത് ഒരു DYSP ഉണ്ട്, ഹരിപ്രസാദ്,
അദ്ദേഹം ഈ ഗ്രൈനേഡൊക്കെ ആയിട്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ട് DCC പ്രസിഡന്റ്. അവിടെ അദ്ദേഹം വടകര DSP ആണ്. അദ്ദേഹത്തിന് എന്താ പേരാമ്പ്രയിലെ കാര്യം എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കുടുംബം CPM കുടുംബമാണ്. മാത്രമല്ല ഒരു കഴിവട്ട ഉദ്യോഗസ്ഥനും. അപ്പോൾ അദ്ദേഹമാണ് അവസാനം ചോദിക്കുന്നത് MP-നെ ഹോസ്പിറ്റലൈസ് ചെയ്തോ. അപ്പം അതിൻ്റെ അർത്ഥം MP-നെ ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് ആക്രമിച്ചു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തി വേണം അന്വേഷിക്കാൻ. അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ആ ജില്ലയിൽ ഞങ്ങളുടെ സമരമായിട്ട് മുന്നോട്ട് നീങ്ങും. മാത്രമല്ല അങ്ങനെ ജനപ്രതിനിധികളുടെ കൈയും കാലൊക്കെ തലിയൊടിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വരും. കാരണം സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യമൊക്കെ എല്ലായിടത്തും ഉണ്ട്. അതെല്ലാവർക്കും ബാധകമാണ്.